20 വയസ്സായി, 40 വയസ്സായി, 60 വയസ്സായി, ഈ പ്രായത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ മോളെ വാങ്കിന് മുമ്പ് നിങ്ങൾ നിസ്കാരത്തെ കാത്തിരുന്നിട്ടുണ്ടോ? വാങ്കിന് മുമ്പ് ഒളുവെടുത്ത് തയ്യാറായിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റമദാൻ മാസത്തിന്റെ മഗ്രിബ് സെറ്റാണ്, എല്ലാം റെഡിയാ, കാരയ്ക്ക് അങ്ങോട്ട് കഴിക്കുക അല്ലേ? സുജൂദിൽ പോലും ഈത്തപ്പഴത്തിന്റെ കാരയ്ക്ക് തുപ്പിക്കളയുന്നവരുണ്ട് നിസ്കാരത്തിന്റെ, അത് നമ്മൾ റെഡിയാ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനല്ല. ബാങ്കിന് മുമ്പൊന്ന് തയ്യാറായി ഇരുന്ന് നോക്കണം. ആഖിറത്തിൽ നക്ഷത്രങ്ങളെ പോലെ മുഖം തിളങ്ങുന്ന ഒരു വിഭാഗം യസ്തഇദ്ദൂന ഖബലൽ അദാൻ, നിസ്കാരത്തിന് വേണ്ടി ബാങ്കിന് മുമ്പ് തയ്യാറാകുന്നവരാണ്. ബാങ്കിന് മുമ്പ് തയ്യാറാകുന്നവരാണ്. ആകെ അത് തയ്യാറാകുന്നത് പള്ളിയിലെ മുഅദ്ദിൻ സാഹിബാണ്. എല്ലാം റെഡിയായിട്ട് നേരെ. ഇപ്പൊ പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്. അവർ നേരെ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് പിന്നെ ഒളുവെടുത്ത് റെഡിയാവുന്നത്. കാരണം തിരക്കുള്ള ജീവിതമാണല്ലോ. അപ്പൊ ഇങ്ങനെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കിന് മുമ്പേ തയ്യാറാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒന്ന് തയ്യാറായി നോക്ക്. അങ്ങനെ ഇപ്പൊ ളുഹർ നിസ്കാരം ഏറ്റവും കൂടുതൽ സഹോദരിമാര് പിന്തിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഏത് നിസ്കാരം? ളുഹർ നിസ്കാരം. 12:30 1 മണിക്ക് ഒന്നും നിസ്കരിക്കൂല, ഒക്കെ 2 മണി 2:30 മണി. എന്താ നിങ്ങൾക്ക് മാത്രം പുതിയ സമയം? അത് ഉസ്താദേ കിച്ചണിലൊക്കെ ജോലിയാണ്, ഉസ്താദിന് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവാ. ഉസ്താദിന് 4 നേരം വെട്ടി വിഴുങ്ങാൻ ഇഷ്ടംപോലെ ഫുഡ് പലരും തരും. അതൊന്നുമല്ല, അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മുടന്ത ന്യായങ്ങളൊന്നും കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾ ളുഹറിന്റെ സമയം ആരാണ് 2:30 മണിയാക്കിയത്? നിങ്ങളുടെ ളുഹറിന്റെ സമയം ആരാണ് 3 മണിയാക്കിയത്? വാങ്ക് കേട്ടാൽ ഫസ്റ്റ് ജോലി നിസ്കാരമാണ് പ്രിയപ്പെട്ടവരെ, നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്ക്. നമുക്കിതല്ലേ, നമുക്ക് വേറെന്താണുള്ളത്? നിസ്കാരമില്ലാത്തവരുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? നിസ്കാരമില്ലാത്തവരുടെ മരണം, നിങ്ങൾ പള്ളി വെച്ച് യതീമിനെ കെട്ടിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒക്കെ ചെയ്തു, ശരി. നിസ്കാരമില്ലാത്തവരുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? വലൗ സുഖിയ ബിഹാറുദ് ദുനിയാ മാ റവാ മിൻ അത്സിഹി, അവന്റെ ദാഹം തീർന്നു പോകാത്ത ഈ സമുദ്ദുനിയാവിന്റെ സമുദ്രത്തിലെ മുഴുവൻ വെള്ളം കൂടുന്നു. എന്തുകൊണ്ട്? വ്യഭിചാരവും കള്ളും കൂടുന്നു. നിസ്കാരമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിസ്കാരം അടിസ്ഥാന കാരണം നിസ്കാരമില്ല എന്നതാണ്. കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മോന് അവന് കൂട്ടുകാരൻ്റെ അടുത്ത് പോയി കഞ്ചാവ് ഉപയോഗിക്കാൻ തോന്നൂല. എന്തുകൊണ്ട്? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഈ വൃത്തികേടുകളെ തടയാനുള്ള പരിചയാണ്. നിങ്ങൾ ശ്രദ്ധിക്ക്, നിസ്കാരം ഒഴിവാക്കരുത്. കൃത്യമായി നിസ്കരിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾ പ്രേരണ കൊടുക്കണം. അതിന് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, അതിൻ്റെ ഹിക്കുമത്തുകളുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ ഇപ്പോൾ വെക്കേഷൻ്റെ ക്ലാസ്സൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ, വെക്കേഷൻ സമയത്തൊക്കെ ഉസ്താദുമാരെ കൊണ്ട് അവർക്ക് ചാർജ് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ പതിയെ പതിയെ അൽഹംദുലില്ലാ വലിയ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ആരെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്? മരിച്ചുപോയ നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്ത് മറുപടി പറയും നിങ്ങൾ? അള്ളാഹുവിൻ്റെ പരലോകത്ത് നമ്മൾ അള്ളാഹുവിനോട് എന്ത് സമാധാനം പറയും? അള്ളാഹു തന്ന ദുനിയാവിന് വേണ്ടി തിരക്കായിരുന്നു എന്ന് പറയോ? എനിക്ക് ബിസിനസ് ആയിരുന്നു, ജോലി തിരക്കായിരുന്നു, ഓഫീസിൽ ടൈറ്റായിരുന്നു. അള്ളാഹു തന്നതല്ലേ അതൊക്കെ. പടച്ചോന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ അള്ളാഹു തന്ന സുഖത്തെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ സമാധാനം കണ്ടെത്തും? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒഴിവാക്കല്ലേ. ഐഷ റളിയല്ലാഹു അൻഹ സ്വർഗത്തിന്റെ വലിയ സ്ഥാനവും പദവിയും ഉണ്ടെന്ന് കണ്ട ആ പ്രിയപ്പെട്ട സഹോദരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്, എപ്പോ ബാങ്ക് കേട്ടാലും അതിന് മുമ്പ് ഞാൻ റെഡിയായിരിക്കും ആയിഷ ബീവിയേ, ഞാൻ തയ്യാറായിരിക്കും ആയിഷ ബീവിയേ. റെഡിയാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ റെഡിയാണ്, നിസ്കാരത്തിന് ഞാൻ റെഡിയാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരു ദിവസം നിസ്കരിച്ചിരുന്ന സുന്നത്ത് നിസ്കാരങ്ങളുടെ കണക്ക് കാഞ്ഞങ്ങാട്ട പെങ്ങളെ നിങ്ങൾക്കറിയോ? 1000 റക്അത്തായിരുന്നു.
സ്നേഹസാഗരത്തിൽ 70ഓളം ആളുകൾ താമസിക്കുമ്പോൾ അതിൽ 30ഓളം ആളുകൾ ഉമ്മമാരാണ്, അമ്മമാരാണ്. അതിൽ ഒരുമ്മ റമളാനിലെ എല്ലാ നോമ്പും നോറ്റ ഉമ്മയാണ്. ഒരു വഖത്ത് നമസ്കാരം പോലും ഒഴിവാക്കാത്ത ഉമ്മയാണ്. നോക്കാനാളില്ല, ശരീരത്തിൽ പല രോഗങ്ങളാണ്. എന്നിട്ട് പോലും റമളാൻ മാസത്തിലെ ഒരു നോമ്പ് ഒഴിവാക്കാത്ത ഉമ്മ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമില്ല, നിങ്ങൾ അനുഷ്ഠിക്കണമെന്നില്ല. അവർ പറഞ്ഞു, ഉസ്താദേ എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റൂല. വഴിയോരത്തിരുന്ന പാവപ്പെട്ട ഞങ്ങൾക്ക് കിട്ടിയ ആ മാതാവ് പോലും അല്ലാഹുവിനെ അത്രത്തോളം ഖൗഫിലും മഹബത്തിലും കാണുന്നുണ്ടെങ്കിൽ, കാഞ്ഞങ്ങാട്ടെ പെങ്ങളെ, പണപ്പെരുപ്പത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ഇലാഹി സ്മരണകളെ മറക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും മോശമായ കൽബിന്റെ ഉടമകളായി നിങ്ങളതപ്പതിക്കല്ലേ. ആയിഷ ബീവിയോട് ആ സഹോദരി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയട്ടെ, ഓരോ വഖത്ത് നമസ്കാരങ്ങളും മൊബൈലിൽ അടയാളപ്പെടുത്തി സമയമാകുന്നതിന് മുമ്പ് കൃത്യമായി തയ്യാറെടുക്കുന്ന ഒരു രീതി ഉണ്ടാവട്ടെ.